ഹായ്, എൻ്റെ പേര് അൻമര പോലും. ഇത് ബിയാട്ടായിട്ട് ഇത് അശ്വതി മനോജ്. ഞങ്ങളെല്ലാവരും ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ സ്റ്റുഡൻസ് ആണ്. ഫൈനൽ ഇയർ ബിടെക് സ്റ്റുഡൻസ് ആണ്. സോ ഞങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ മെയിൻ പ്രൊജക്റ്റ് ആണ്. എയർ ഗാർഡൻ ആണ് ഞങ്ങൾ ഇതിന് പേരിട്ടേക്കുന്നത്. മെയിൻലി ഞങ്ങളുടെ മിനി പ്രൊജക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സെൻസസ്, അതായത് നമ്മുടെ 4 പാരാമീറ്റേഴ്സ് ആണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. കാർബൺ മോണോക്സൈഡ്, മീത്തേൻ, ഹ്യൂമിഡിറ്റി സെൻസർ, പിന്നെ ഒരു ഗ്യാസ് സെൻസർ. ഈ 4 സെൻസേഴ്സിന്റെ വാല്യൂസ് എല്ലാം കൂടി നമുക്ക് ഒരു യൂസറിന്, അതായത് ഇൻഡോർ എയർ ക്വാളിറ്റിയാണ് മെയിൻലി ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ പല ഇൻഡോർ എയർ ക്വാളിറ്റി ചാലഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ എയർ ക്വാളിറ്റി ഗുഡ് ആയിരിക്കുന്നു അത്രയും നല്ലതാണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ മെയിൻ പ്രൊജക്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ 4 സെൻസേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാത്തിൻ്റെയും നമ്മുടെ റിയൽ ടൈം മോണിറ്ററിംഗ് ആണ്. അതായത് ഇത്രയും പാരാമീറ്റേഴ്സ് എല്ലാം നമുക്ക് യൂസറിന് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ട്, പിന്നെ ഞങ്ങൾക്ക് തോന്നി എന്തുകൊണ്ട് ഇത് കുറച്ചും കൂടി ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് കൂടാന്നുള്ള രീതിയിൽ വന്നപ്പോഴാണ് ഞങ്ങൾ ഡെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയത്. അതായത് ഇപ്പൊ ഞങ്ങളുടെ മെയിൻ പ്രൊജക്റ്റിൽ 5 സെൻസേഴ്സ് ഉണ്ട്. ഈ 5 സെൻസേഴ്സിലെ ഡേറ്റാസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മളൊരു റിലേ മൊഡ്യൂൾ വെച്ചിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീടുകളിൽ ഇത് എയർ പ്യൂരിഫയറും കാര്യങ്ങളും കണക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി എയർ പ്യൂരിഫിക്കേഷനും അതോടൊപ്പം റിഡക്ഷനും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പ്രൊജക്ടിന്റെ ഹാർഡ്വെയർ ആണ്. ഇതിൽ ഞങ്ങൾ 5 സെൻസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഡസ്റ്റ്, ഹ്യൂമിഡിറ്റി, MQ135, MQ4, MQ7. ഇത് 2 ESP32 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സെൻസേഴ്സ് എല്ലാവരും നമ്മൾ ഈ 2 ESP32 അനലോഗ് പിന്നിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു റിലേ മൊഡ്യൂളുണ്ട്. നമ്മുടെ ബാഡ് കണ്ടീഷൻ, അതായത് ഇപ്പോൾ ഫുൾ സ്മോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പാരാമീറ്റേഴ്സ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഹൈ ആയി കഴിയുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇതിൽ ബാഡ് കണ്ടീഷൻ പോലെ പ്രൊട്ടക്ട് ചെയ്തിട്ട് നമ്മുടെ റിലേ മൊഡ്യൂൾ ഓണായി അങ്ങനെ നമ്മുടെ എയർ പ്യൂരിഫയർ ഓൺ ആവുന്നതാണ്. ഒരു ആപ്പും കാര്യങ്ങളും നമ്മൾ ഇതിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആപ്പ്. സോ ഇതിൽ നമുക്ക് നമ്മുടെ ഈ 5 പാരാമീറ്റേഴ്സും കാര്യങ്ങളും കാണാൻ പറ്റുന്നതാണ്. ഇപ്പോഴത്തെ ടെമ്പറേച്ചറും ഡസ്റ്റും കാര്യങ്ങളുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിന് ഒരു ഓട്ടോമാറ്റിക്കും പിന്നെ അതേപോലെ തന്നെ ഒരു മാനുവൽ മോഡും കാര്യങ്ങളും ഉണ്ട്. ഓട്ടോമാറ്റിക് മോഡിൽ ഇത് ഓട്ടോമാറ്റിക്കലി കണ്ടീഷൻ ബാഡ് ആയി കഴിയുമ്പോൾ എയർ പ്യൂരിഫയർ ഓട്ടോമാറ്റിക്കലി ഓൺ ആവുന്നതാണ്. മാനുവൽ മോഡിൽ നമുക്കിപ്പോൾ ആവശ്യമാണ്, ലൈക്ക് നമുക്കിപ്പോൾ എയർ പ്യൂരിഫയർ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ വഴി നമ്മുടെ ആപ്പ് വഴി നമുക്ക് ഓൺ ആക്കുന്നതാണ്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് പ്രൊഡക്ഷൻ ഓരോ ഡേയ്ക്ക് ഇപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പ്രൊഡക്ഷനും കാര്യങ്ങളും ഇവിടെ താഴെ എത്തി കാണിക്കാം. ഈ പ്രൊജക്ട് നമുക്ക് ഭാവിയിൽ മൾട്ടി നോട്ട്സ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ സെൻസേഴ്സ് വെച്ച് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യാം. പിന്നെ ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിനും അത് യൂസ് ചെയ്യാം. ഓരോ റൂമിൽ ഓരോ നോഡായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ ഫുൾ ഒരു ഇൻഡസ്ട്രിയിൽ പല സെക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ചെറിയ നോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ അവിടുത്തെ ഇൻഡോർ എയർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്.